ഹായ്, ഞാൻ കമറുന്നീസ സക്കീർ. എന്റെ കിച്ചണിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു മൈസൂർ പാക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് നോക്കാം. 2 കപ്പ് ഷുഗർ, 1 കപ്പ് വെള്ളം, 1 കപ്പ് കടലമാവ്, 1.5 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് നെയ്യ്, 1/2 കപ്പ് ഓയിലും മിക്സാക്കി ഉരുക്കിയെടുത്തതാണ്. നെയ്യ് പുരട്ടിയ ഒരു പാത്രം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഗ്യാസ് ഓണാക്കി അടുപ്പിൽ വെച്ച് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ 1 കപ്പ് കടലമാവിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉപ്പും ഇട്ട് ഇനി നന്നായി ഇത് നമുക്ക് പുട്ടിന് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇത് കൈകൊണ്ട് നന്നായി കുഴച്ച ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. കട്ടയില്ലാതെ നല്ല പൊടിയായി കിട്ടും നമുക്ക്. ഇനി നമ്മുടെ പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 നൂൽ പാവാകുമ്പോൾ നമുക്ക് കടലമാവ് കുറച്ച് ഇതിലോട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം. 1 നൂൽ പാവ ആയിട്ട് മാത്രമേ കടലമാവ് ഇതിൽ ഇടാൻ പാടുള്ളൂ. വേറെ ഒരു അടുപ്പത്ത് ഓയിൽ നെയ്യ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരണം. ഓക്കെ, നമ്മുടെ ഷുഗർ സിറപ്പ് 1 നൂൽ പാവായി. ഇനി നമുക്ക് കടലമാവ് കുറേശ്ശെയായി ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം. ഇളക്കി നന്നായി യോജിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇതുപോലെ കൈയെടുക്കാതെ നന്നായി കട്ടയൊക്കെ ഉടച്ചെടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-6 മിനിറ്റ് 4-5 മിനിറ്റ് ഇളക്കിയ ശേഷം നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഇതുപോലെ ഓയിൽ ഇടയ്ക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇതുപോലെ പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കി ഓയിൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ചെയ്യണം. ഒരുപാട് അമർത്തി കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിത് ഒന്ന് വരയിട്ട് വെക്കാം. മൈസൂർ പാക്കിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, എല്ലാരും കണ്ടല്ലോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ചൂടോട് കൂടി കട്ട് ചെയ്തത് കൊണ്ടാണ് പൊടിഞ്ഞു പോയത്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വീട്ടിൽ നമ്മൾ ചെയ്തിട്ട് കഴിക്കുന്നത്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം മൈസൂർ പാക്ക്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.